ഹിജ്റയുടെ പാഠഭാഗം. ബദഉൽ ഇസ്ലാം ബിൽ മദീന സനത്തെ 11 മിനൻ നുബൂവ. നുബൂവത്തിൽ നിന്നിട്ട് 11-ാമത്തെ വർഷം. നുബൂവത്ത് 40-ാമത്തതിൽ 11-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മദീനയിൽ ഹിജ്റയുടെ തുടക്കം. അപ്പം മദീനയിൽ ഉള്ള ഇസ്ലാമിൻ്റെ പ്രാരംഭ ദശ. അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലി നുബുവ്വതിഹി ബിമക്കത 3 സിനീൻ. 3 വർഷം, നുബുവത്തിൻ്റെ ആദ്യ 3 വർഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ താമസിച്ചു. മുസ്തഖ്ഫിയൻ ബിദഅവതിഹി, അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് മറഞ്ഞു നിന്ന്, പരസ്യപ്രചരണത്തിന്, പരസ്യമായ ദീനീ പ്രബോധനത്തിനോ പരസ്യമായ ആരാധനകൾക്കോ മുതിരാതെ സ്വകാര്യ ജീവിതം അവിടുന്ന് നയിച്ചു. സ്വമേധയാ അവിടുത്തെ സ്വഹാബത്തും അങ്ങനെ ആയിരിക്കുമല്ലോ. സുമ്മ അലന ബിഹ മുൻസു റാബിഅ മിന ബിഅസതി, അവിടുത്തെ ബിഅസത്തിൻ്റെ 4-ാം വർഷം മുതൽ അവിടുന്ന് പ്രബോധനത്തെ പരസ്യപ്പെടുത്തി. ഫകാന യുവാഫിൽ മവാസിമ കുല്ല ആമിൻ യദ്ഉഹും ഇലാ അൻ യഹ്മൂഹു ഹത്താ യബ്ലുഗ റിസാലാത്തി റബ്ബിഹി വയഖൂലു ലഹും യാ അയ്യുഹന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വർഷത്തിലും ഓരോ സീസണുകളോടും അവിടുന്ന് യോജിച്ചു വന്നുകൊണ്ട് അതിനോട് കിടപിടിച്ച രീതിയിൽ അവിടുന്ന് ദഅവ നടത്താറുണ്ടായിരുന്നു. നബിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നബിയെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും അവിടുന്ന് അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നു. ഹത്താ യുബല്ലിഗ റിസാലാത്തി റബ്ബിഹി, അള്ളാഹുവിൻ്റെ റിസാലത്തുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വയഖൂലു ലഹും, അവരോട് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളി, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും, വ തംലികു ബിഹൽ അറബ, അതുകൊണ്ട് നിങ്ങൾ അറേബ്യയെ, നിങ്ങൾ അറബികളെ, നിങ്ങൾ അവരുടെ മേൽ നിങ്ങൾക്ക് അധികാരം സ്ഥാപിക്കാൻ പറ്റും. വ തദില്ലു ലക്കുമുൽ അജമു, അനറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു തരും. അതായത് മുസ്ലിമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബികളെ കീഴടക്കി അനറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു തരും. വൈദാ ആമൻതും കുൻതും മംലൂകൻ ഫിൽ ജന്ന, നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങളൊരു പ്രോപ്പർട്ടിയാകും, സ്വർഗം നിങ്ങൾ ഉടമസ്ഥപ്പെടുത്തിയിരിക്കും എന്നൊക്കെ നബി തങ്ങൾ അവരോട് പറഞ്ഞു. ഫലമ്മാ കാന മൗസിമുൽ ഹജ്ജി സനത്ത് 11 മിനൻ നുബുവ, നുബുവത്തിൽ നിന്ന് 11-ാമത്തെ വർഷം ഹജ്ജ് സീസണായപ്പോൾ ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 നഫരി മിൻ ഹുജ്ജാജിൽ ഖസ്റജി മിനൽ മദീന, മദീനയിൽ നിന്നുള്ള ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് ഹജ്ജിന് വന്ന 6 നഫർ, ഒരു 6 അംഗ സംഘത്തെ അവിടുന്ന് കണ്ടുമുട്ടി. ഫദഅഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചു. മദീനയിൽ നിന്ന് വന്ന 6 അംഗ സംഘത്തെ നബി തങ്ങൾ എന്ത് ചെയ്തു? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മക്കയിലായതും അത് മക്കയിലേക്ക് ആളുകൾ വരുന്ന ഇടമായതുകൊണ്ടും അതിൽ വലിയ മാറ്റം അവിടുത്തെ ദേവാപ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. അങ്ങനെ അവരെ ദീനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. വതല അലൈഹിമുൽ ഖുർആൻ, അവരുടെ മേൽ ഖുർആൻ അവിടുന്ന് ഓതിക്കൊടുത്തു. ഫഖാല ബഅ്ളുഹും ലിബഅ്ള്, അവർ പരസ്പരം പറഞ്ഞു, യാ ഖൗമു തഅലമൂന വല്ലാഹി അന്നഹു നബിയുല്ലദീ തുഇദുകും ബിഹി യഹൂദ്, യഹൂദികൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നബിയാണ് അദ്ദേഹം. ഫലാ യസ്ബിഖന്നകും ഇലൈഹി, എന്ത് ചെയ്യണ്ട, ആ ദീനിലേക്ക് അദ്ദേഹം നിങ്ങളെ മുൻകടക്കാതിരിക്കട്ടെ. അതായത് അദ്ദേഹം നബിയാണ് എന്നുള്ളത് ഇനി ഒരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് പോയി കേട്ടിരുന്നു കൊണ്ട് അതിൽ നിങ്ങൾ പെട്ടുപോകണ്ട എന്ന് പറഞ്ഞ് അവർ പരസ്പരം പറയാറുണ്ടായിരുന്നു. യഹൂദികൾ
മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഉണ്ടായിരുന്നു നബിയെക്കുറിച്ച്. അതാണ് പറയുന്നത്, വദാലിക അന്ന യഹൂദൽ മദീനതി കാനു യതബഅദൂന അറബ അറബ യസ്രിബ മിനൽ ഔസി വൽ ഖസ്റജി. ഹൗസ് ഔസ് ഖസ്റജ് ഗോത്രത്തിലെ അറബ് യസ്രിബ്, യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേര്. അവിടുത്തെ അറബികളെ അവർ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടായിരുന്നു. ഇദാ കാന ബൈനഹും ശൈഉം മിനൽ ഹർബി, ഒരു വലിയ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്ന നബിയൻ യുബഅസുലാൻ നത്തബിയുഹു വനഖ്തുലുക്കും മഅഹു ഖത്ല ആദ വ ഇറം. ഇറം ഗോത്രത്തെയും ആദ് ഗോത്രത്തെയും ഒക്കെ കൊന്നതുപോലെ ഇനി നിയോഗിക്കപ്പെടാൻ പോണൊരു നബിയുണ്ട്. ആ നബിയെ ഞങ്ങൾ പിൻപറ്റിക്കൊണ്ട് ആ നബിയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഔസെ ഖസ്റജെ നിങ്ങളെ തകർക്കുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ യഹൂദികൾ പറയാറുണ്ടായിരുന്നു. ആ നബിയാണ്, യഹൂദികൾ പറയാറുണ്ടായിരുന്ന ആ നബിയാണ് ഈ നബി ട്ടോ. യഹൂദികൾ ഈ നബിതങ്ങളോട് കൂടിയിട്ട് ഔസിനെയും ഖസ്റജിനെയും തകർക്കുമെന്ന് ഇവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ആ മദീനക്കാരെ ആര് ദീനിലേക്ക് വിളിക്കുന്നത്, മുത്തുനബി മദീനയെ വിളിക്കുന്നത്. അതോ ഖസ്റജി പറഞ്ഞാൽ നമ്മളെ ഖസ്റജി അല്ലേ, ആ ഖസ്റജിന്റെ ആ ഗോത്രം തന്നെയാണ് ആ ഖസ്റജ്. വകാനത്തിൽ യഹൂദ് അഹ്ല കിതാബിൻ വ ഇൽമിൻ, ഗ്രന്ഥവും അറിവൊക്കെ ഉള്ള ടീമായിരുന്നു. വൽ അറബു അഹ്ലു ശിർക്കിൻ വ ഔസാൻ, എന്നാൽ അറബികളോ അവർ ശിർക്കിന്റെയും ബിംബങ്ങളുടെയും ആളുകളായിരുന്നു. വഹാദിഹിൽ മഖാലത്തു ഹദത്തിൻ നഫറൽ ഇസ്ലാം, ഈ ഒരു വിളി ഇസ്ലാമിലേക്ക് അവരെന്ത് ചെയ്തു, ക്ഷണിച്ചു. ഫലമ്മ കല്ലമഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു വയുമിനു ബിഹി വയസ്വദ്ദിഖു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിക്കേണ്ടിയിരുന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, തിരുനബി അവർ വിശ്വസിക്കുകയും അവർ നബി തങ്ങളെ വാസ്തവമാക്കുകയും ചെയ്തു. വആദു ഇലാ ഖൗമിഹിം ബിൽ മദീനതി യദ്ഉഹും ഇലൽ ഇസ്ലാം, തിരിച്ചവർ നാട്ടിലേക്ക് പോയ സമയത്ത് അവർ ഇസ്ലാമിലേക്ക് തൻ്റെ ജനതയെ വിളിച്ചുകൊണ്ടാണ് പോയത്. ബഅദ അൻ വഅദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗസിമൽ ആമിൽ മുഖബിൽ, അടുത്ത ഹജ്ജ് സീസണിൽ മടങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മതത്തിൻ്റെ മഹത്തായ രീതിയിലേക്ക് അവർ കടന്നു വന്ന് മുസ്ലിങ്ങളായി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചവർ മദീനയിലേക്ക് പോയപ്പോൾ തിരുനബിക്ക് അവർ വാഗ്ദാനം ചെയ്തു അടുത്ത സീസണിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മറ്റൊരു ചരിത്രം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. യഹൂദികൾ ഇങ്ങനെ പറഞ്ഞിട്ടതിനെ മറ്റവർക്ക് പോസിറ്റീവായി, അത് നബിയാണ് എന്നുള്ളത് ഉറപ്പായല്ലോ. അവർ കണ്ടപ്പോക്കിനാ യഹൂദികൾ ഇങ്ങനെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ യഹൂദികൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത്, ഓലപ്പം കൂടിയിട്ട് അറബികൾ അങ്ങൾ തകർക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് യഹൂദികൾ പറഞ്ഞിരുന്നത്. പക്ഷെ അത് നല്ല അവിടെ പ്രാധാന്യം കൊടുത്തിരുന്നത് നബിയാണ് എന്നുള്ള ഹക്ക് അവരുടെ ഹൃദയത്തിൽ വെളിച്ചം വീശുകയും തിരുനബിയെ അവർ ഉൾക്കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഖസ്റജ് ഗോത്രം മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആദ്യ ഗോത്രമായിട്ട് ഖസ്റജ് ഇപ്പോൾ ഈ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കൂടുതൽ വായിക്കാം. അടുത്ത ബൈഅത്തുൽ അഖബ അൽ ഊല, അഖബ ഉടമ്പടി, ഒന്നാമത്തെ അഖബ ഉടമ്പടി. അപ്പോൾ ഒന്നാമത്തെ അഖബ ഉടമ്പടി എന്ന് പറഞ്ഞ സമയത്ത് ഉടമ്പടികൾ കുറേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അർത്ഥമുണ്ട്. ഈ ഇസ്ലാമിൽ യുദ്ധസമരം പോലെ തന്നെ മറ്റൊരു പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഈ ബൈഅത്ത് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ചില പ്രഹസനങ്ങളായ കാവ്യ ബൈഅത്ത് പോലെ ഉള്ളതല്ല. പിന്നെ അങ്ങോട്ട് വിശ്വസിച്ച ആളുകൾ ദീനിന് സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്കെല്ലാം വിശ്വസിക്കുക എന്നുള്ളത് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. ഈമാനും തസ്ദീഖും വെച്ചുകൊണ്ട് അവരെ പരിശുദ്ധ മതത്തിലേക്ക് വരലോടുകൂടെ തന്നെ ഒരു ബൈഅത്ത് മുസ്ലിങ്ങൾ പരസ്പരം തമ്മിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ ഇവരും തമ്മിൽ, കുഫാറുകളും തമ്മിലും ചില ഉടമ്പടികൾ വെക്കും. ഇങ്ങനെ ഉടമ്പടികൾ, പിന്നെ ഒരു കരാറിൽ ഏർപ്പെടുക, നമ്മൾ ഇങ്ങനെ ഇവിടെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാം, നിങ്ങളും ഇങ്ങനെയൊക്കെ ഇടപാടുകൾ, നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങളൊന്നും ചെയ്യൂല, ഹജ്ജിൻ്റെ സീസൺ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ടും ഒരു കരാർ വെക്കും. അതിൽ പലപ്പോഴും മാനുഷിക മൂല്യങ്ങൾ ധ്വംസിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ഉടമ്പടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അവർ വെക്കുകയും മാനുഷിക പരിഗണനകളില്ലാത്ത തരത്തിൽ കഠിനമായ നിയമങ്ങൾ എഴുതി തീർക്കുകയും ചെയ്ത സമയത്തൊക്കെ ഹബീബായ തങ്ങൾ ദീനൊന്നു മാത്രം കണ്ടുകൊണ്ട് അവിടുന്ന് അതിനെല്ലാം സഹിച്ച്
അതിന് സമ്മതം നൽകിയിരുന്നു. കാരണം എന്താ, നാളെ പിറ്റേന്ന് പരിശുദ്ധ ദീനിൻ്റെ ശാദ്വല തീരത്തേക്ക് ആളുകൾ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ശരിയാകും, ഇസ്ലാം മക്കയിൽ വ്യാപിക്കുമെന്നും ഇസ്ലാമിൻ്റെ അണ്ടറിലേക്ക് ഇരു ഹറമുകളും വരുമെന്നുള്ള ബോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളതുകൊണ്ട് അവിടുന്ന് ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ഏതു പ്രതിസന്ധികൾക്കും ഒപ്പം നിന്നു. ആ കൂട്ടത്തിൽ സ്വഹാബത്തിനെ നമ്മൾ അവരെ സമ്മതിച്ചു കൊടുക്കണം. അവരതിനൊക്കെ സമ്മതം കൊടുക്കുകയാണ്. ഒരു എതിർപ്പ് അവർ പറയുന്നില്ല. ഒരു നേതാവിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ അവർ സംഘടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നേതാവിൻ്റെ തീരുമാനത്തിലേക്കാൾ വലിയ തീരുമാനമുണ്ടെന്ന വാദവും അവരില്ല. നബി എന്താണോ പറഞ്ഞത്, ഫിദാ കബീ വമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സാ വാചാ കർമ്മണ സ്വഹാബത്തിൻ്റെ സമർപ്പണം. സുബ്ഹാനല്ലാഹ്, ഈ സ്വഹാബത്തിനൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ വിവരമില്ലാത്ത ചില ബിദ്അത്തുകാർ സ്വഹാബത്തിന് ചീത്ത പറയുന്നത്, സ്വഹാബത്തിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സ്വഹാബത്തിനെ പുകഴ്ത്തിക്കൊണ്ട് എത്ര പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ആദരവോടുകൂടെയാണ് സ്വഹാബത്തിനെ സംസാരിച്ചത്. അവരുടെ പക്വതയെ നബി തങ്ങൾ എത്ര ഇടങ്ങളിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. ഒരു ഉത്തമനായ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ച് എത്ര ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും അദ്ദേഹം ഉണ്ടാവുക. അതുപോലെ ഏറ്റവും വലിയ മുഅല്ലിമായ, മുദരിസായ, വാഇളായ, മുത്തഖിയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്ത് ഏറ്റുവാങ്ങിയ സ്വഹാബത്തിനെ കുറിച്ച് തിരുനബി എത്രത്തോളം പ്രൗഡായിട്ടുണ്ടാകും. സിഹത്തിനെ കുറിച്ച് സംശയമുണ്ടെങ്കിലും അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഹദദൈതും എന്നുള്ള വചനത്തിൻ്റെ ആയവും വ്യാപ്തിയും എത്രയാണ്. എൻ്റെ സ്വഹാബ നക്ഷത്രതുല്യരാണ്, നിങ്ങൾ അവരിൽ ആരെ പിന്തുടരുന്നുവോ നിങ്ങൾ സന്മാർഗ സിദ്ധികളായി തീരുമെന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ പണ്ടു കാലഘട്ടത്തിൽ അടയാളം വെക്കാൻ വേണ്ടിക്കൊണ്ട് യാത്ര ചെയ്തിരുന്നു. കിബിലയിലേക്ക് തിരിയുന്ന നക്ഷത്രങ്ങളുണ്ട്, ദിശ അറിയുന്ന നക്ഷത്രങ്ങളുണ്ട്, പുറപ്പെട്ട നാടിൻ്റെ വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറുമൊക്കെ അറിയുന്ന നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ ജോഗ്രഫിക്കലായ നക്ഷത്രങ്ങൾക്കൊരു മാറ്റവും വരില്ല. യാത്രക്കാരിങ്ങനെ മാറി മാറി പോയി കഴിഞ്ഞാലും നക്ഷത്രം പോലെ അവിടെ നിൽക്കും. അതുപോലെയായിരുന്നു സ്വഹാബത്തും. അവരുടെ ഈമാന് മാറ്റമുണ്ടാവില്ല. അവർ നബി തങ്ങൾ കാണിച്ചു കൊടുത്ത് സ്ഥാപിച്ചു കൊടുത്ത വിശാലമാകുന്ന ഇസ്ലാമിൻ്റെ ആകാശത്ത് അവരെപ്പോഴും ഉണ്ടാകും. ഏതിരുട്ടിലൂടെ പോയി കഴിഞ്ഞാലും അവരെ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള വലിയ മഹത്വമുള്ള സ്വഹാബ, ആ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് വളർത്തിയെടുത്ത സമയത്ത് ആ സ്വഹാബത്തും കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവ നമ്മിലേക്ക് എത്താനുള്ള കാരണം. അപ്പോൾ നബിയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നബിയെ നമ്മൾ പഠിച്ച സ്വഹാബത്തിലൂടെയാണ്. നബിയെ നമുക്ക് കാണിച്ചു തന്നത് സ്വഹാബത്താണ്. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചത് സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഹദീസ് നമ്മിലേക്ക് എത്തിച്ചത് സ്വഹാബത്താണ്. തങ്ങളുടെ ജീവിത പന്താവിനെ നമ്മിലേക്ക് കാണിച്ചു തന്നത് സ്വഹാബത്താണ്. അപ്പോൾ നബിയെ പറയുമ്പോൾ സ്വഹാബത്തിന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഉടമ്പടിയെ കുറിച്ച് നോക്കാം നമുക്ക്. ഫഷൽ ഇസ്ലാമു ബിൽ മദീന, മദീനയിൽ ഇസ്ലാം വ്യാപിച്ചു. ഫലം യബ്ഖ ദാറും മിൻ ദുബരിൽ അൻസാരി ഇല്ലാ വഫീഹാ ദിക്റു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിലും നബിതങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഇല്ലാതെയാവുന്നില്ല. എല്ലായിടത്തും നബിതങ്ങൾ പരാമർശിക്കപ്പെടുന്നു. ഫലമ്മാ കാനൽ ആമുൽ മുഖ്ബിലു ആമ ഇസ്നൈ അശറ മിൻ നുബുവ, നുബുവത്തിലെ 12-ാം വർഷം, നുബുവത്തിൻ്റെ 11-ാം വർഷം ഇപ്പം എന്തായി? 11-ാം വർഷം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ഖസ്റജി ഗോത്രത്തിൽ നിന്ന് 6 പേർ ഹജ്ജിന് വന്നപ്പോൾ നബിതങ്ങൾ എന്ത് ചെയ്തു? അവരോട് ദീനിനെ പരിചയപ്പെടുത്തി, ദീനിലേക്ക് ക്ഷണിച്ച് അവർ ദീന് സ്വീകരിച്ചു പോയി. അടുത്ത കൊല്ലം വരാമെന്ന് പറഞ്ഞ് അവർ പോയി. അങ്ങനെ അടുത്ത കൊല്ലമായപ്പോൾ 12-ാം വർഷമായപ്പോൾ, ഹിജറയുടെ 12-ാം വർഷമായപ്പോൾ ലഖിയഹു ഫിൽ മൗസിമി 12 റജുലൻ. സുബ്ഹാനല്ലാഹ്, ആദ്യം 6 പേരാണ് വന്നത്. അങ്ങനെ വീണ്ടും 6 പേർ വന്നു.
അശറത്ത് മിനൽ ഖസറജി വസ്നാനി മിനൽ ഔസ്. എത്ര 12 എന്ന് പറഞ്ഞാൽ 12 ആളുകൾ, 10 ആളുകൾ ഖസറജിൽ നിന്നും 2 ആളുകൾ ഔസിൽ നിന്നും വന്നു. ഫബായഊഹു ബിൽ അഖബ, അഖബ കൊണ്ട് അവർ ബയ്യത്ത് ചെയ്തു. അല അല്ലാ യുശ്രികൂ ബില്ലാഹി ശൈആ, അള്ളാഹുവിനോടൊന്നും അവർ ചേർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വലാ യസ്രിഖൂ വലാ യസ്നൂ വലാ യഖ്തുലൂ ഔലാദഹും, അവരെ മക്കളെ കൊല്ലൂല, വ്യഭിചാരം നടത്തൂല, അതുപോലെ കളവ് നടത്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. വലാ യഅ്തൂ ബി ബുഹ്താനിൻ, ബുഹ്താൻ അവർ ചെയ്യൂല. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ കളവ് കെട്ടിച്ചമച്ച് പറയുക. വലാ യഅ്സൂഹു ഫി മഅറൂഫിൻ, ഒരു നന്മയിലും എന്താക്കൂല, നബിയെ എതിർക്കുകയില്ല എന്ന് അവർ അഖബയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി തങ്ങളോട് അവർ ബൈഅത്ത് ചെയ്തു. വഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ഇപ്പോഴും ഇസ്ലാം പൂർണ്ണമായിട്ടല്ല കേട്ടോ, മറ്റേ നിയമങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നിയമങ്ങളൊന്നും സമ്പൂർണ്ണമായിട്ടില്ല. നിയമങ്ങൾ വന്നത് ചിലപ്പോൾ ചിലത് എന്ത് ചെയ്യും, മാറും, പലതും വരാനുണ്ട്, പലതും തീരുമാനമാകാനുണ്ട്, ഒക്കെ ഇങ്ങനെ ഇസ്ലാം അങ്ങനെ വരിക. 23 വർഷം കൊണ്ടാണല്ലോ പൂർണ്ണമായിട്ടുള്ളത്. ഇപ്പം എത്ര 12 വർഷമായിട്ടുള്ളൂ, ഇനിയും 11 വർഷം കൂടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ആയത്ത് ഇറങ്ങാനിരിക്കുകയാണ്. ഖുർആൻ്റെ ആയത്തുകൾ പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഖബ ഉടമ്പടി നടന്നു. 12 പേർ മദീനയിൽ നിന്ന് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻ വഫൈതും ഫലക്കുമുൽ ജന്ന വഇൻ ഖശീതും മിൻ ദാലിക ശൈഅൻ ഫഅമറക്കും അംറുക്കും ഇലല്ലാഹി അസ്സ വജൽ. പറയാ, ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ്. കണ്ടോ, എന്താ കുറേ നിയമങ്ങളൊന്നുമില്ല, എന്താ ഇപ്പം ചെയ്യേണ്ടതുള്ളൂ? നബി തങ്ങൾ നേരിട്ട് ദീന് സ്വീകരിച്ച ഖസറജി ഗോത്രക്കാർക്കും ഔസ് ഗോത്രക്കാർക്കും ഇപ്പം എന്തേ ചെയ്യേണ്ടതുള്ളൂ? കളവ് നടത്താതെ, ശിർക്ക് ചെയ്യാതെ, വ്യഭിചരിക്കാതെ, കൊല നടത്താതെ, നന്മയിൽ ഒരു നന്മയിലും എതിർക്കാതെ, ബുഹ്താന് ചെയ്യാതെ ജീവിച്ചാൽ മതി. ഓൽക്കൊക്കെ വലിയ പ്രയാസമൊന്നുമില്ലാത്ത നിയമങ്ങളായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് നിങ്ങൾ പൂർത്തിയാക്കിയാൽ യു ഹാവ് ദ ഹെവൻ, നിങ്ങൾക്കാണ് സ്വർഗം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, ഇനി വൈൻ ഖശീതും മിൻ ദാലിക ശൈഅ, ഇതിന്ന് വല്ലതിനെയും നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾ എതിര് കാണിച്ചാൽ ഫഅംറുക്കും ഇലല്ലാഹി അസ്സ വജല്ല, അത് അള്ളാഹുവിലേക്കാണ് നിങ്ങളെ കാര്യം. ഇൻഷാ ഗഫറ, അവനുദ്ദേശിച്ചാൽ പൊറുക്കും, വഇൻഷാ അദബ, അവനുദ്ദേശിച്ചാൽ ശിക്ഷിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നിസ്കാരമല്ല കേട്ടോ, നിസ്കാരത്തിൻ്റെ കാര്യം ഇപ്പം ഇല്ല. നിസ്കാരം വരുന്നതിൻ്റെ മുമ്പത്തെ, നിസ്കാരം വരുന്നു, നിസ്കാരം ഇനിയും രണ്ടാമത്തെ 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നിസ്കാരം വരുന്നില്ലേ. നമ്മൾ കഴിഞ്ഞതിൽ ഇസ്രാ മിഅ്റാജ് നമ്മൾ പഠിച്ചു വെക്കണ്ടേ. ഇസ്രാ മിഅ്റാജ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് പഠിച്ചു പോയതാണ്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇസ്രാ മിഅ്റാജ് യഥാർത്ഥത്തിൽ വരാൻ പോണത് അപ്പോൾ 52 ഞങ്ങൾ 52ാമത്തെ വയസ്സിലാണ് അപ്പം നമ്മളുള്ളത്. വബഅസ മഅഹു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഇലൽ മദീന, മദീനയിലേക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അയച്ചു. യുഖരിഹുമുൽ ഖുർആന, ഖുർആൻ അവർക്ക് പഠിപ്പിച്ചുകൊണ്ട്, വയുഅല്ലിമുഹുമുൽ ഇസ്ലാമ, അവർക്ക് എന്തും പഠിപ്പിച്ചുകൊണ്ട്, ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടും അവരെ ആരയച്ചു? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൂട്ടത്തിൽ അയച്ചു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വിശാലമായ വലിയ ചരിത്രമാണ്. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. മക്കയിലെ ഏതൊരു പെണ്ണും അദ്ദേഹത്തെ പുരുഷനായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം തേച്ച സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടിക്കൊണ്ട് സ്ത്രീകൾ മക്കയുടെ വഴിയോരങ്ങളിൽ കാത്തുനിന്നിരുന്നു. അത്രയും വലിയ ധനാഢ്യനും കുലീനനും സുമുഖനുമായിരുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ മതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, സ്വന്തം നാടുപേക്ഷിച്ചുകൊണ്ട്, തൻ്റെ ശരീരത്തിൻ്റെ പ്രൗഢിയെല്ലാം മാറ്റിക്കൊണ്ട്, കേവലമായ ഒരു കോലം മാത്രമായിക്കൊണ്ട്, ആത്മീയമായ വിഹായസിൽ പ്രവേശിച്ചുകൊണ്ട്, ഭൗതിക ജഡത്തോട് താല്പര്യമില്ലാത്ത ആളായി മാറി പരിശുദ്ധ ഇസ്ലാം കൺവേർട്ട് ചെയ്തു. എന്താ ഇനി അവർക്ക് എന്തേ ഇപ്പോൾ ഇവർക്ക് എന്താ ഇതൊന്നും വേണ്ടാത്ത ഇല്ല. ഈ കേവലമായ നശ്വരമായ ജീവിതത്തിൽ ജീവിച്ചു തീർക്കാവുന്ന 60 70 കൊല്ലത്തെ സുഖാനുഭൂതിക്ക് വേണ്ടിക്കൊണ്ട് റബ്ബ് അവിടെ വെച്ചിട്ടുള്ള ശാശ്വതമായ സ്വർഗത്തിനോട് അരുതെന്ന് പറയാൻ ബുദ്ധിയുള്ളവർ സമ്മതിച്ചില്ല. അങ്ങനെ അവർ സർവ്വതും ത്യജിച്ചുകൊണ്ട്
മുത്തുനബിയോടുകൂടെ പരിശുദ്ധ മതത്തിൻ്റെ കാവലാളുകളായി മാറി. അതിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ. നസല മുസ്അബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ബിൽ മദീനയിൽ അല അസ്അദ് ഇബ്നു സുറാറയുടെ അരികിൽ. ഫതുഫിഖ യദ്ഉ നാസ ഇലൽ ഇസ്ലാം, ജനങ്ങളെ ഇസ്ലാമിലേക്ക് അങ്ങ് വിളിച്ചുകൊണ്ടേയിരുന്നു. ഫഅസ്ലമ അലാ യദൈഹി ഖൽഖുൻ കസീറുൻ മിനൽ അൻസ്വാർ. മാഷാ അല്ലാഹ്, അൻസ്വാരികളിൽ നിന്ന് നല്ല ഒരു വിഭാഗം ആളുകൾ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരത്താൽ പരിശുദ്ധ മതം സ്വീകരിച്ചു. വമിൻഹും സഅദ് ഇബ്നു മുആദ് വഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹുമാ വഹുമാ സയ്യിദാ ബനി അബ്ദുൽ അശ്ഹൽ. അബ്ദുൽ അശ്ഹൽ ഗോത്രത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. നേതാവ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അണികളും അങ്ങോട്ട് വരികയുള്ളൂ ചെയ്യുക. വബിസ്ലാമിഹിമാ അസ്ലമ ജമീഉ ബനി അബ്ദുൽ അശ്ഹൽ ഫി യൗമിൻ വാഹിദ്. മാഷാ അല്ലാഹ്, അവർ പോയിട്ട് നേരെ നേതൃത്വത്തെ കണ്ട് പിടിക്കുകയാണ്. നേതൃത്വം വന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ വന്ന മാതിരിയല്ല. ചില നേതാക്കന്മാരാകുമ്പോൾ അവർക്ക് കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അവർ നബി എന്നുള്ള മറ്റൊരു നേതാവിനെ അവർ അംഗീകരിക്കുമ്പോൾ അവർ പിന്നെ നേതാവല്ലാതായി മാറുകയാണ്. അവരുടെ കള്ളിൻ്റെ ബാരൽ കുറ്റികളും അവരുടെ കീഴിലുണ്ടായിരുന്ന 4 ഭാര്യമാരും അവർ നിയമം പാലിക്കാതെ കൊണ്ടു നടന്ന അടിമകളും അവരുടെ വെപ്പാട്ടികളും എല്ലാം ഉപേക്ഷിക്കുക. നമ്മളൊന്നും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കണോ? യഹ്യ ഭായ്, നമ്മളൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ എന്തെങ്കിലും ഉപേക്ഷിക്കണോ? ഇല്ല. നമ്മൾ പറയില്ല സ്വഹാബത്തൊക്കെ ഉപേക്ഷിച്ചത് നമ്മൾ നോക്കണേ. ഒരു ചില്ലറക്കാരല്ല. നമ്മളിപ്പോൾ ഇള്ളേക്കൂടെ അങ്ങനെ കണ്ട് പോവുകയാണല്ലോ. ഉപേക്ഷിച്ചവർക്ക്, ത്യജിച്ചവർക്ക് വലിയ സ്ഥാനമല്ലേ. ഇബ്രാഹിം ആദം റളിയല്ലാഹു അൻഹു രാജാവായിട്ട് തസവുഫിന് വേണ്ടി പലതും ത്യജിച്ചപ്പോൾ തൻ്റെ കൊട്ടാരം വിട്ടിറങ്ങി, സുഖലോലുപത അവസാനിപ്പിച്ചു, ഭാര്യസന്താനങ്ങൾ ഒഴിവാക്കി, ഭൃത്യന്മാരെ വേണ്ടെന്ന് വെച്ചു, കൊടുങ്കാട്ടിൽ പരിശുദ്ധ മതം സ്വീകരിച്ചുകൊണ്ട് ഒരു വിറക് വെട്ടുകാരനായി ജീവിച്ച് താജുൽ അസ്ഫിയാ, സൂഫിയാക്കളുടെ ക്രൗൺ, കിരീടം എന്ന സ്ഥാനപ്പേര് കിട്ടിയില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആദം റളിയല്ലാഹു അൻഹുവിന്. ആത്മീയതയുടെ വിഹാരത്തിൽ അവർ ജീവിച്ചില്ലേ? അള്ളാഹുവിനെ അവർ ഉൾക്കൊണ്ടില്ലേ? അവരുടെ രാവും പകലും അള്ളാഹുവിൻ്റെ സ്മരണയിലായി അവർ മാറിയില്ലേ? അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച സമയത്ത് അള്ളാഹു അവരെ കൈവിടാതെ സ്വീകരിച്ചു. മഹാനവറുകളുടെ ദുആഇൻ്റെ ആഴം കേട്ടുകൊണ്ട് പാറ പോലും കരഞ്ഞിരുന്നു എന്നാണ്. അത്ഭുതങ്ങൾ ധാരാളമുണ്ട്. അപ്പം ആ ത്യജിക്കുന്ന രീതി, അപ്പോൾ കൊട്ടാരം ത്യജിച്ചതിനാണ് ഈ മഹാനവറുകൾക്ക് ഇത്രയും കിട്ടിയ. പക്ഷെ സ്വഹാബത്ത് എന്തൊക്കെയാണ് ത്യജിച്ചത് എന്നാ. കള്ളിന് കൂടിയൊക്കെ നിരോധിച്ച സമയത്ത് പരിശുദ്ധ ഇസ്ലാം ഹിക്മത്തോടുകൂടെ 3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് മദ്യനിരോധനം നടപ്പിലാക്കിയത്. മൂന്നാമത്തെ മദ്യനിരോധനം നടപ്പിലാക്കിയ സമയത്ത് ചരിത്രകാരന്മാർ പറയുന്ന മദീനയിലൂടെ മദ്യപ്പുഴ ഒഴുകിയെന്ന. അവർ ബാരലുകളിൽ, വലിയ വീപ്പക്കുറ്റികളിൽ സംഭരിച്ചു വെച്ചിരുന്ന കള്ളുകൾ അവർ ഒഴിവാക്കി. വിധി വന്നപ്പോൾ അതിനൊഴിവാക്കാൻ അവർക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഈമാൻ അവർക്ക് അത്രമേൽ അവരെ സ്വാധീനിച്ചിരുന്നു. അവരുടെ സിരകളിൽ അഗ്നി പടർത്തിയിരുന്നു ഇസ്ലാം. അവരുടെ ശരീരമാകെ ഇസ്ലാമായിരുന്നു. അവരുടെ ഓരോരോ മറ്റിലും പരിശുദ്ധമായ ഇസ്ലാം ഉണ്ടായിരുന്നു. അവരുടെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ചിന്തകളിൽ, ജീവിതത്തിൽ അവരെല്ലാം, അതാണ് ദീനിനു വേണ്ടി സമർപ്പിച്ചവർ എന്ന് പറയുന്നത്. സമർപ്പിച്ചവരായിരുന്നു അവർ. അത് വെട്ടുകൊള്ളാനും കുത്തുകൊള്ളാനും രക്തം ചിന്താനും എന്തിനും അവർ തയ്യാറാണ്. നമ്മളൊന്നും അങ്ങനെ വെട്ടുകൊള്ളാൻ നമ്മളൊന്നും പോയിട്ടില്ല. ഉണ്ടോ? നമ്മൾ വാട്സപ്പിൽ വോയിസ് ഇടാനേ പോയിട്ടുണ്ടാവുള്ളൂ. അതും നമ്മളാണ് അനാനിയത്ത് വെളിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രസ്ഥാന ശത്രുക്കൾക്കെതിരെ വോയിസ് ഇടാൻ പോയിട്ടുണ്ടാവുള്ളൂ, ലേഖനം എഴുതാനേ പോയിട്ടുണ്ടാവുള്ളൂ. ചിലവില്ലാത്ത പരിപാടി. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഒഴിവുള്ള ടൈമിൽ ഒരു വോയിസ് വിട്ടിട്ട് നമ്മൾ ദീനിന് എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ഗർവോടെ കൂടെ നമ്മളിരിക്കും. ഒരു സ്വഹാബത്ത് അങ്ങനെയല്ല. തൻ്റെ കൂടെ തോളുരുമ്പി നിന്ന തൻ്റെ സഹോദരൻ്റെ തലയിലേക്ക് പാഞ്ഞെടുത്ത വാളും
കുന്തവും അമ്പും അവൻ്റെ ജീവൻ എടുക്കുന്നത് കണ്ടു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത് സ്വഹാബത്തിനോട്. മുന്നോട്ടുള്ള ഗമനം മാറ്റിക്കൊണ്ട് പിന്തിരിഞ്ഞ് ഓരോരുത്തർ നടക്കുമ്പോൾ പിന്തിരിയുന്നത് വൻപാപമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അല്ലേ? വ്യഭിചാരത്തെ പോലെ, പലിശയെപ്പോലെ, കൊലയെപ്പോലെ വലിയ പാപമാണ് സബഉൽ മൂബിഖാത്തായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അത്തവല്ലി യൗമസ്സഹഫ്, ഓരോരുത്തർ നടക്കുമ്പോൾ പിന്തിരിയുന്നത്. അപ്പോൾ ഒപ്പമുള്ളവൻ, അത് ഉപ്പയാവാൻ മരിക്കുന്നത്, സഹോദരനാവാൻ മരിക്കുന്നത്, സഹോദരിയുടെ ഭർത്താവാകാം, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനാകാം, മകനാവാം, ആരാണോ മരിച്ചു വീഴുന്നത് അവൻ്റെ ഷഹീദായി കിടക്കുന്ന ശരീരം പോലും എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകാതെ യുദ്ധത്തിൻ്റെ അവസാന വിളിയും നേതൃത്വം നൽകുന്നത് വരെ അവിടെ പിടിച്ചു നിന്നുകൊണ്ട് ധീരമായി പോരാടേണ്ടിയിരുന്നു. അള്ളാഹു അവർക്ക് അവസരങ്ങളാണ് കൊടുത്തത്, അവരിടങ്ങേറാക്കുകയല്ല, അതവർ ആസ്വദിച്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വീരമൃത്യു വരിച്ച, ശരീരം ചിന്നിച്ചിതറി ചിന്ന ഭിന്നമായിക്കൊണ്ട് രക്തം വാർന്ന് മരിച്ച, അവസാനത്തെ ദാഹജലം പോലും കിട്ടാതെ മരിച്ച സ്വഹാബത്തുണ്ട്. ഇവരുടെ എല്ലാം ആത്മാക്കളെ പച്ചപ്പക്ഷിയുടെ ഹൃദയത്തിലായിക്കൊണ്ട് സ്വർഗീയ പൂങ്കാവനത്തിൻ്റെ വിവിധ ദേശങ്ങളിലൂടെ പാറിപ്പറന്ന് നടക്കുമ്പോൾ അള്ളാഹു ആ ശുഹദാക്കളോട് ചോദിക്കും, എത്രയേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങൾ ഇവിടെ പോകുന്നതിൻ്റെ ശേഷം വിഷമിക്കും ഞങ്ങളുടെ ആളുകളുണ്ട്, ഞങ്ങൾ ഇട്ടേച്ചു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അവരിലേക്കൊന്ന് അറിയിച്ചാൽ മതി. ശരി, ഞാനത് അറിയിച്ചുകൊണ്ട് എന്ന് അല്ലാഹു തആല പറയുകയും പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ആയത്തിറക്കി, വലാ തഹ്സബന്ന الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم. പിന്നെ മരിച്ചുപോയ ആളുകളെ കുറിച്ച്, കൊല്ലപ്പെട്ടവരെ കുറിച്ച് മരിച്ചവരാ നിങ്ങൾ വിചാരിക്കേണ്ട. അവർ അവരുടെ റബ്ബിൻ്റെ പക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്കു വേണ്ട ഭക്ഷണ സൗകര്യങ്ങളൊക്കെ അവിടെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കാലശേഷം വരാനിരിക്കുന്ന ആളുകൾ ഓർത്തുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് എന്ന് അല്ലാഹു തആല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ആ ഒരു ഈമാൻ ഉള്ളതുകൊണ്ട് അവർ സർവ്വതും ത്യജിച്ചുകൊണ്ട് തിരുനബിയോടുകൂടെ എന്ത് ചെയ്തു? ചേർന്ന് നിന്നുകൊണ്ട് അവർ ഇസ്ലാമിന് വേണ്ടി പോരാടി. അങ്ങനെ സുമ്മലം യസൽ മുസ്അബു യദ്ഉ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ ലം യദദാറും മിൻ ദുവരിൽ അൻസ്വാരി ഇല്ലാ വഫീഹാ റിജാലുൻ മുസ്ലിമൂന വനിസാ മുസ്ലിമാത്. ബഹുമാനപ്പെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങൾ കാരണമായിക്കൊണ്ട് അൻസാറുകളുടെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിലും ഒരു മുസ്ലിമോ ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മുസ്ലിം പുരുഷന്മാരോ ഒന്നിൽ കൂടുതൽ മുസ്ലിം സ്ത്രീകളോ ഇല്ലാത്ത വിധം അവിടെ ഒന്നും ബാക്കിയായിരുന്നില്ല. അവരെല്ലാത്തിലും മുസ്ലിങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ സാമ്രാജ്യമാകുന്ന പണവും തൻ്റെ ആഡംബരവും തൻ്റെ പ്രൗഢിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ മതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹു തആല അദ്ദേഹം കാരണമായിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് നൽകി. തിരുനബി പഠിപ്പിച്ചല്ലോ, നീ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരിക എന്നുള്ളത് നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലമാണ്. ഈ ദുനിയാവും അതിലടങ്ങിയതുമൊക്കെ നിനക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഫലം യകുൻ ബൈനഹും ഹദീസുൻ ഇല്ലാ അംറുൽ ഇസ്ലാം. പിന്നെ അവരുടെ സംസാരം മൊത്തം ഇസ്ലാമായി കഴിഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് പ്രചരിപ്പിച്ച് ആ ഒരു ആത്മീയത കണ്ട് കയറിയ സമയത്ത് പിന്നെ അവരുടെ ഹരം ഇസ്ലാമായി മാറി. സ്വഹാബത്തിൻ്റെ ഹരം ഇസ്ലാമായി മാറി. ഖദ് എന്നുള്ളത് പാസ്റ്റിനോടുകൂടെ ചേർന്ന് വന്നാൽ, മാളിയോടുകൂടെ ചേർന്ന് വന്നാൽ അതിന് തഹഖുക്കിൻ്റെ അർത്ഥം കിട്ടും, റിയാലിറ്റി എന്ന അർത്ഥം കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ
ഹാവ് ഹിയേർഡ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു സമ്പൂർണ്ണ ഭൂതകാലമാണ്, സമ്പൂർണ്ണ വർത്തമാനകാലമാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും അതേപോലെയാണ് വരുന്നത്. ഖദ് സമീഅതു ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ സമീഅത്തു പറഞ്ഞാൽ കേട്ടു എന്നർത്ഥമാണ്. അവിടെ ഖദ് സമീഅത്തു എന്ന് പറഞ്ഞതിൻ്റെ അത്രയല്ല. എന്നാൽ ഖദ് സമീഅത്തു പറയുമ്പോൾ ഒന്നും കൂടെ പവർ കൂടി. എന്നാൽ ഇതേ സാധനം ഖദ് മുളാരിയിൽ വരുമ്പോൾ അത് ലെസ് പോസിബിലിറ്റിയാണ് കാണിക്കുന്നത്. ഖദ് യകൂനു പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകും, എപ്പോഴും ഉണ്ടാവില്ല. ഖദ് കാന എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട്. ഖദ് യകൂനു പറഞ്ഞാൽ മേ ബി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മെല്ലെ വന്നിട്ടില്ല ആളുകൾ.